ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഈസിയായ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് അവസാനം മനസ്സിലാകും. അതിനായി ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് നന്നായിട്ട് ആക്റ്റീവ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് വയ്ക്കുക, റെസ്റ്റ് എടുക്കുക. ശേഷം ഒരു പാത്രത്ത് 2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ നെയ്യ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈസ്റ്റ് ബാറ്റർ പൊങ്ങി വന്നിട്ടുണ്ടാവും. അതെടുത്ത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ചപ്പാത്തി മാവ് കൺസിസ്റ്റൻസിയിൽ കുഴച്ച് വയ്ക്കാം. കുഴച്ച് ഒരു 2 മണിക്കൂർ വയ്ക്കുമ്പോഴത്തേക്കും അതിതുപോലെ പൊങ്ങി വരും. ഇത് കുഴച്ചതാണ്, 2 മണിക്കൂർ വയ്ക്കണം. ഇതിലേക്ക് കുറച്ച് നെയ്യ് തടവി വേണം വയ്ക്കാൻ. ശേഷം ഞാനിവിടെ 1 കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്, ബോൺലെസ് ചിക്കനാണ്. കുറച്ച് വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വേകട്ടെ. ആ ടൈമിൽ നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 വറ്റൽമുളക് ഇട്ട് നന്നായിട്ട് മൂപ്പിക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1/2 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചതാണ് നന്നായിട്ട് വശക്കിയെടുക്കാം. ശേഷം അതിലേക്ക് ഞാൻ 2 സവോള ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് മൂപ്പിക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് വേണം മൂപ്പിക്കാൻ. നന്നായിട്ട് മൂപ്പിക്കുക. ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യമാണെങ്കിൽ നമ്മൾ ചിക്കൻ മസാല 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയിലിട്ട് പൾസാക്കി എടുത്ത് അതിലിടുന്നുണ്ട്, നമ്മുടെ ആ ഒരു മസാല ബാറ്ററിൽ ഇടുന്നുണ്ട്. അത് നന്നായിട്ട് വശക്കുവാണ്. നന്നായിട്ട് വശന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാനും ഒരു 2 സെക്കൻഡിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ഞാനിവിടെ ചിക്കൻ വേവിച്ച വെള്ളം ഒഴിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മസാല കൂടുതൽ ഡ്രൈ ആവാണ്ടിരിക്കാനാണ്. അപ്പോൾ നമ്മൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ഡോവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോവാണ്. ശേഷം അതിനെ ഉരുളകളാക്കി എടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ നന്നായിട്ട് പരത്തിയെടുക്കുക. അതിലേക്ക് ചിക്കൻ ഫില്ലിങ്സ് വെച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് 2 കപ്പ് മൈദയിൽ 8 ബോൾസ് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് റോളാക്കി എടുത്തിട്ടുണ്ട്. ആ റോളിനെ നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കണം. നമ്മുടെ ബ്രെഡ് ക്രംസ് ഇതാണ്. ബ്രെഡ് ക്രംസ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അറിയാത്തവർക്ക് വേണ്ടിയാണ്. ബ്രെഡിനെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് ഒരു സ്ഥലം വിടാതെ എല്ലായിടവും നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. പൊതിഞ്ഞെടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്ത് വെച്ച് നമ്മൾ പൊരിച്ചെടുക്കുക. നമ്മൾ ഫ്ലെയിം കൂട്ടാൻ പാടില്ല, കൂട്ടിയാൽ കരിഞ്ഞു പോകും. ഈ ഒരു ടൈം വരെ നന്നായിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചിക്കൻ റോളാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ചിക്കൻ റോളാണ്. മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.